ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഭാഗത്ത് ചില ചെറിയ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചരക്ക് സേവന നികുതി കൗൺസിൽ GST കൗൺസിൽ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ചരക്ക് സേവന നികുതി കൗൺസിൽ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 279A. ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലിനെ കുറിച്ച് പറയുന്നത്. ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. 1994 ഏപ്രിൽ 23. ധനകാര്യ കമ്മീഷൻ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ്? അർദ്ധ നീതിന്യായ വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് ക്വാസി ജുഡീഷ്യറി ബോഡിയാണ്. ക്വാസി ജുഡീഷ്യറി ബോഡിയിൽ വരുന്നതാണത്. UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? HK കൃപലാനിയാണ് UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ. കേന്ദ്രത്തിനും ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമായി പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 315 ആണ് കേന്ദ്രത്തിനും ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമായി പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പ്രഥമ അറ്റോർണി ജനറൽ ആര്? MC സെതൽവാദാണ് പ്രഥമ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ദേശീയ താൽപര്യം പരിഗണിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 249. ദേശീയ താൽപര്യം പരിഗണിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 249. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? അവശിഷ്ട അധികാരങ്ങൾ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? സംസ്ഥാനത്തിലോ കൺകറന്റ് ലിസ്റ്റിലോ പരാമർശിക്കാത്ത വിഷയങ്ങളിൽ അധികാര പരിധി പ്രയോഗിക്കാനുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഈ അവശിഷ്ട അധികാരങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം ഉള്ളത്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇവയിൽ പെടാത്ത അധികാരങ്ങളാണ് ഈ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്താണ്? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വിഭജനവും നിർവചിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 7-ാം ഷെഡ്യൂളിലുള്ളത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വിഭജനം നിർവചിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. 3 പട്ടികകളെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ. 1992 73-ാം ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1992 73-ാം ഭേദഗതി നിയമം ഇത് ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം 9 ചേർക്കുകയും പഞ്ചായത്തുകൾ എന്ന് നാമകരണം നൽകുകയും ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭാഗം 9 ഉള്ളത്. 1992 73-ാം ഭേദഗതി നിയമപ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. ഭരണഘടനയിൽ പുതിയ ഒരു ഭാഗമായ ഭാഗം 9 ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. പഞ്ചായത്ത് രാജ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. സുപ്രീം കോടതി കഴിഞ്ഞാൽ രാജ്യത്തെ 2ാമത്തെ പരമോന്നത കോടതിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി കഴിഞ്ഞാൽ രാജ്യത്തെ 2ാമത്തെ പരമോന്നത കോടതിയായി കണക്കാക്കപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214.
ആർട്ടിക്കിൾ 231 എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൊതുവായി ഒരു ഹൈക്കോടതി സ്ഥാപിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ആഭ്യന്തരം, വിദ്യാഭ്യാസം, ധനം, കൃഷി തുടങ്ങിയ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വകുപ്പുകളുടെ തലവന്മാർ അറിയപ്പെടുന്നത് എന്താണ്? ക്യാബിനറ്റ് മന്ത്രിമാരെന്നാണ്. അപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാർ എന്നാണ് ആഭ്യന്തരം, വിദ്യാഭ്യാസം, ധനം, കൃഷി തുടങ്ങിയ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വകുപ്പുകളുടെ തലവന്മാരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ. സംസ്ഥാന ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 155 സംസ്ഥാന ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. സംസ്ഥാനത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സംസ്ഥാന ഗവർണറാണ് സംസ്ഥാനത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മണി ബിൽ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 110 മണി ബില്ലുകളുടെ നിർവചനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 110 ബില്ലിനെ മണി ബില്ലായി കണക്കാക്കുന്നതിന് ചില വ്യവസ്ഥകൾ അടങ്ങിയിരിക്കണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും നികുതി ചുമത്തൽ, നിർത്തലാക്കൽ, ഇളവ്, മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം എന്നിവ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പണം കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണം, ഇന്ത്യയുടെ കൺസോളിഡേറ്റ് ഫണ്ടിൻ്റെയോ ഇന്ത്യയുടെ കണ്ടിജൻസി ഫണ്ടിൻ്റെയോ സൂക്ഷിക്കൽ, പണം അടയ്ക്കൽ അല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കൽ, ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം വിനിയോഗിക്കൽ, ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വകയിരുത്തുന്ന ഏതെങ്കിലും ചെലവിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരം ചെലവുകളുടെ തുക വർദ്ധിപ്പിക്കുക, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ടിലെയോ പണം സ്വീകരിക്കൽ, സൂക്ഷിക്കൽ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ അക്കൗണ്ടുകളുടെ ഓഡിറ്റ്, ഇവയൊക്കെയാണ് മണി ബില്ലായി കണക്കാക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇനി പറയുന്ന കാരണങ്ങൾ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു ബില്ലിനെ മണി ബില്ലായി കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. പിഴയോ മറ്റ് പണപ്പിഴവുകളോ ചുമത്തൽ, അതുകൊണ്ട് അതെന്ത് ആയി കണക്കാക്കില്ല? മണി ബില്ലായി കണക്കാക്കില്ല. അതുപോലെ ലൈസൻസുകൾക്കായുള്ള ഫീസിൻ്റെ ആവശ്യം, പണമടക്കൽ അല്ലെങ്കിൽ നൽകിയ സേവനങ്ങളുടെ ഫീസ്, അതുപോലെ പ്രാദേശിക ആവശ്യങ്ങൾക്കായി പ്രാദേശിക അതോറിറ്റിയുടെയോ ബോഡിയുടെയോ ഏതെങ്കിലും നികുതി ചുമത്തൽ, നിർത്തലാക്കൽ, ഇളവ്, മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം, ഇവയെല്ലാം ഈ 3 കാര്യങ്ങൾ കൊണ്ട് അതിനെ ഒരു മണി ബില്ലായി കണക്കാക്കില്ല. ഇങ്ങനെ ഒരു ബില്ലിനെ കുറിച്ച് പറയണം, അത് മണി ബില്ലാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഉയർന്നു പറഞ്ഞാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും. അതായത് ലോക്സഭാ സ്പീക്കറുടെ തീരുമാനം എന്തായിരിക്കും? അന്തിമമായിരിക്കും. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ഒരു കോടതിയിലോ പാർലമെൻറ്റിൻ്റെ സഭയിലോ രാഷ്ട്രപതി പോലും ചോദ്യം ചെയ്യാൻ പാടുകയില്ല. ഈ സാമ്പത്തിക ബില്ലുകൾ 3 തരത്തിലാണുള്ളത്. മണി ബില്ലുകൾ ആർട്ടിക്കിൾ 110, സാമ്പത്തിക ബില്ലുകൾ 1 ആർട്ടിക്കിൾ 117/1, സാമ്പത്തിക ബില്ലുകൾ 2 ആർട്ടിക്കിൾ 117 3 എന്നിങ്ങനെയാണ് 3 തരത്തിലാണ് ഈ സാമ്പത്തിക ബില്ലുകൾ 3 തരത്തിലാണുള്ളത്. ഇനി മണി ബില്ലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് ലോകസഭയിൽ മാത്രമാണ് മണി ബില്ല് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മണി ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോകസഭയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ലോകസഭയിൽ മാത്രം അവതരിപ്പിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർക്ക് അത് പാസ്സാക്കി എടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ മണി ബില്ല് ഒരു മന്ത്രിക്ക് മാത്രമേ അത് അവതരിപ്പിക്കാനും കഴിയുകയുള്ളൂ. മറ്റുള്ള ബില്ലുകളാണെങ്കിൽ അത് മന്ത്രിക്കോ അല്ലെങ്കിൽ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാനാവും. എന്നാൽ ഈ മണി ബില്ല് എന്ന് പറയുന്നത് മന്ത്രിക്ക് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുമാത്രമല്ലാതെ രാഷ്ട്രപതിയുടെ ശുപാർശയിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ലോകസഭയിൽ അവതരിപ്പിക്കാൻ കഴിയും, മന്ത്രിക്ക് മാത്രമേ പറ്റൂ, രാഷ്ട്രപതിയുടെ ശുപാർശയിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് രാജ്യസഭയ്ക്ക് ഇതിൽ ഭേദഗതി വരുത്താനോ അല്ലാതെ തള്ളാനോ സാധിക്കില്ല. അവർക്ക് അതിൽ കുറച്ച് ശുപാർശകളോടെ എന്ത് ചെയ്യാൻ കഴിയും? തിരികെ നൽകാൻ കഴിയും. എന്നാൽ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭയായിരിക്കും. പരമാവധി 14 ദിവസം വരെ, എന്നാൽ രാജ്യസഭയ്ക്ക് ഇത് തടഞ്ഞു വെക്കാൻ സാധിക്കും. 14 ദിവസം വരെ മാത്രം ഇത് തടഞ്ഞു വെക്കാൻ സാധിക്കും. രാജ്യസഭയിലേക്ക് കൈമാറ്റുമ്പോൾ അതിന് സ്പീക്കറുടെ സാക്ഷ്യപത്രം കൂടി ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, ലോകസഭയുടെ അംഗീകാരം മാത്രം ലഭിച്ചാൽ പോലും രാഷ്ട്രപതിക്ക് അനുമതിക്കായി അയക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു.
എന്നാൽ മറ്റുള്ള ബില്ലുകൾ അങ്ങനെയല്ല അല്ലേ. ആ ബില്ലുകൾ ഇങ്ങനെ ഒരു സഭയുടെ മാത്രം കിട്ടുകയുള്ളൂ പറഞ്ഞാൽ നമ്മൾ സംയുക്ത സമ്മേളനമൊക്കെ എല്ലാം വിളിച്ചു ചേർത്താറുണ്ട് ആര്, രാഷ്ട്രപതി. എന്നാൽ ഈ മണി ബില്ലിൽ അങ്ങനെയല്ല. ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ അക്കാര്യങ്ങളിൽ ഇരു സഭയുടെയും സംയുക്ത സമ്മേളനത്തിന് വ്യവസ്ഥയും ഇല്ല. ഏതിൽ? മണി ബില്ലിൽ. ലോകസഭയിലെ ഈ മണി ബില്ലിന്റെ പരാജയം എന്ന് പറയുന്നത് എന്തിലേക്ക് നയിക്കും? സർക്കാരിന്റെ രാജിയിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രപതിക്ക് നിരസിക്കുകയോ അംഗീകരിക്കുകയും ചെയ്യാം എന്ത്, ഈ മണി ബിൽ എന്ന് പറയുന്നത്. എന്നാൽ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കാൻ കഴിയില്ല. ഇതാണ് മണി ബില്ലിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് രാഷ്ട്രപതിയെക്കുറിച്ച് കൂടെ നോക്കാം. രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് 72. മാപ്പധികാരം. രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 123, മാപ്പധികാരത്തെക്കുറിച്ച് പറയുന്നത് 72. രാഷ്ട്രപതിയുടെ ചില അടിയന്തര അധികാരങ്ങൾ ഏതൊക്കെ? ദേശീയ അടിയന്തരാവസ്ഥ, അതുപോലെ അത് ആർട്ടിക്കിൾ 352. രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ 356, 365. സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. 3 തരത്തിലുള്ള അടിയന്തര അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവയാണവ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഉത്തർപ്രദേശിലെ വാരണാസിക്ക് സമീപമുള്ള സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യ നമ്മുടെ ദേശീയ ചിഹ്നം സ്വീകരിച്ചിരിക്കുന്നത്. പുറംതിരിഞ്ഞു നിൽക്കുന്ന 4 ഏഷ്യൻ സിംഹങ്ങൾ, ആന, കുതിച്ചുപായുന്ന കുതിര, കാള, സിംഹം എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് ദേശീയ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 4 ഏഷ്യൻ സിംഹം, ആന, കുതിര, കാള, സിംഹം എന്നിങ്ങനെ 8 മൃഗങ്ങളാണ് നമ്മുടെ ഏതിലുള്ളത്? ദേശീയ ചിഹ്നത്തിലുള്ളത്. കുതിരയുടെയും കാളയുടെയും മധ്യഭാഗത്ത് ഒരു ധർമ്മചക്രവും ഉണ്ട്. 24 ചക്രങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ 24. ആ ധർമ്മചക്രത്തിൽ 4 സിംഹങ്ങൾ. ബുദ്ധൻ എല്ലാ ദിശകളിലേക്കും ധർമ്മം പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണുള്ളത്. ആ 4 സിംഹങ്ങൾ എന്നാണ്? ബുദ്ധൻ എല്ലാ ദിശയിലേക്കും ധർമ്മം പ്രചരിപ്പിക്കുന്നതുമായിട്ടാണ് അതിൽ ഉള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് ശക്തി, ധൈര്യം, ആത്മവിശ്വാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നത് കൂടിയാണ് നമ്മുടെ ദേശീയ ചിഹ്നം. ഈ ചിഹ്നത്തെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ സർക്കാർ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 എപ്പോഴാണ്? 1950 ജനുവരി 26 ദേശീയ ചിഹ്നത്തെ അംഗീകരിച്ചത്. സത്യം മാത്രം വിജയിക്കുന്നു എന്ന അർത്ഥം വരുന്ന മുണ്ടകോപനിഷത്തിലെ സത്യമേ ജയതേ എന്ന വാക്കുകൾ ദേവനാഗരി ലിപിയിൽ അബാക്കസിന്റെ താഴ്ഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ഇത് 1947 ജൂലൈ 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു. ഏത്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയെ 1947 ജൂലൈ 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു. മുകളിൽ കുങ്കുമവും മധ്യഭാഗത്ത് വെള്ളയും താഴ്ഭാഗത്ത് പച്ചയും തുല്യ അനുപാതത്തിലാണുള്ളത്. ഇതിലെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2:3 എന്നതാണ്. 2:3 എന്നതാണ്. വെളുത്ത ബാൻഡിന്റെ മധ്യഭാഗത്ത് ഒരു നേവി നീല ചക്രവുമുണ്ട്. അശോക ചക്രത്തിലെ 24 രേഖകൾ ദിവസങ്ങളിലെ 24 മണിക്കൂറിനെയും ജീവിതത്തിലെ നിരന്തരമായ ചലനത്തെയും പ്രതിനിധീകരിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ആ 24 എന്നുള്ള നമ്പർ മറക്കണ്ട. അത് 24 മണിക്കൂറിനെ അതുപോലെ ജീവിതത്തിലെ നിരന്തരമായ ചലനത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ 24 രേഖകൾ എന്ന് പറയുന്നത്. കുങ്കുമ നിറം വന്നിട്ട് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും, അതുപോലെ വെളുത്തത് സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും, പച്ച നിറം ഫലപുഷ്ടതയെയും വളർച്ചയെയും ഐശ്വര്യത്തെയും കാണിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ പതാക നിർമ്മിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു സ്ഥാപനത്തിന് മാത്രമാണ് കർണാടകയിലെ ഖാദി ആൻഡ് ഗ്രാമോദ്योग സംയുക്ത സംഘ ഫെഡറേഷന് മാത്രമാണ് ഇതിനുള്ള അനുവാദം ഉള്ളത്. അടുത്തത് ദേശീയ ഗാനം നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചത്.
ഏതിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിൽ രചിച്ചതാണിത്. ജനഗണമന എന്ന ഗാനം 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അപ്പോൾ ദേശീയ ഗാനത്തെ അംഗീകരിച്ച 1950 ജനുവരി 24 ദേശീയ ഗാനത്തിൻ്റെ പൂർണ്ണ പതിപ്പ് ആലപിക്കാനെടുക്കുന്ന സമയം ഏകദേശം 52 സെക്കൻഡാണ്. ഇതിൻ്റെ മുൻപുള്ള പേര് ചോദിച്ചു പറഞ്ഞാൽ അത് ഭാരത് വിധാത എന്നാണ്. ഭാരത് വിധാത. 1919 മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ടാഗോർ ഈ ഗാനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എന്നതാണ് നമ്മുടെ ദേശീയ ഗീതം. നമ്മുടെ ദേശീയ ഗാനം നിലവിൽ വന്ന അതേ സമയത്ത് തന്നെയാണ് ദേശീയ ഗീതവും നിലവിൽ വന്നത്. 1950 ജനുവരി 24 ഇത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായി ആദരിക്കപ്പെടുകയും അതിനോട് തുല്യമായ പദവി ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് 1950 ജനുവരി 24 രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ അസംബ്ലിയിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഈ ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏറ്റവും പ്രശസ്തമായ നോവലായ ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ഇതിന് ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യയാണ്. ജദുനാഥ് ഭട്ടാചാര്യ. അപ്പോൾ 1950 ജനുവരി 24 തന്നെയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും നിലവിൽ വന്നത്. അടുത്തത് ദേശീയ നദി. നമ്മുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് അല്ലേ. ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. 2008 നവംബർ 4 അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ നെത്തിയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ എപ്പോഴാണ്? 2008 നവംബർ 4 നമ്മൾ ദേശീയ നദിയായി ഗംഗാ നദിയെ അംഗീകരിച്ച് തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. അടുത്തത് ദേശീയ ജലജീവി. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. മെയ് 18 ഗംഗാ നദിയിലെ ഡോൾഫിനെ ദേശീയ ജലജീവിയായി വിജ്ഞാപനം ചെയ്തു. അപ്പോൾ അതാത് വർഷങ്ങളും ഡേറ്റും ഓർത്തു വയ്ക്കുക. 2010 മെയ് 18 എന്തിനെ ദേശീയ ജലജീവിയായി ഗംഗാ നദി ഡോൾഫിനെ നമ്മൾ അംഗീകരിച്ചത്. ദേശീയ വൃക്ഷം ആൽമരമാണ്. 1950 ആൽമരത്തെ ദേശീയ വൃക്ഷമായി അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം നെബുലോ ന്യൂസിഫറ എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. 1950 ജനുവരി 26 ദേശീയ പുഷ്പമായി അംഗീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 26 താമരയെ ദേശീയ പുഷ്പമായി അംഗീകരിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. 1973 ഏപ്രിലാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. അതുവരെ 1972 വരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. അപ്പോൾ 1972 വരെ സിംഹം, 1973 അതെന്തായി മാറി? റോയൽ ബംഗാൾ കടുവയുമായി മാറി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ചോദിച്ചു പറഞ്ഞാൽ അത് ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. 2010 ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. മയിലാണ് നമ്മുടെ ദേശീയ പക്ഷി. 1963 ഫെബ്രുവരി 1 1963 ഫെബ്രുവരി 1 ഇന്ത്യ ഗവൺമെൻറ് മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. 1963 ഫെബ്രുവരി 1. ദേശീയ പഴം ഏതാണ്? മാമ്പഴമാണ്. 1950 അംഗീകരിക്കപ്പെട്ടു. മാമ്പഴത്തെ അംഗീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1950 അംഗീകരിക്കപ്പെട്ടത്. നമ്മുടെ കറൻസി ഇന്ത്യൻ രൂപയാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസിയാണ് ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ദേവനാഗരി
വ്യഞ്ജനാക്ഷരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളവയാണ്. ആർ എന്ന ലാറ്റിൻ അക്ഷരം കൂടാതെ ആർ എന്ന ലാറ്റിൻ അക്ഷരം 2010 സ്വീകരിച്ചു. ഉദയകുമാർ ധർമ്മലിംഗമാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ കറൻസി വന്നത് 2010 ജൂലൈ 15 ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ് നമ്മുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത്. 1957 മാർച്ച് 22 ഇത് നമ്മൾ സ്വീകരിച്ച ദേശീയ കലണ്ടറായി ശകവർഷ കലണ്ടറിനെ സ്വീകരിച്ചത്. ദേശീയ പ്രതിജ്ഞ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയോട് കൂറ് പ്രകടിപ്പിക്കുന്ന പ്രതിജ്ഞയാണ് ദേശീയ പ്രതിജ്ഞ എന്ന് പറയുന്നത്. 1962 എഴുത്തുകാരനായ പൈഡിമാരി വെങ്കട്ട സുബ്ബറാവു ആണ് ദേശീയ പ്രതിജ്ഞ തെലുങ്ക് ഭാഷയിൽ രചിച്ചത്. അപ്പോൾ നമ്മുടെ ദേശീയ ചിഹ്നം, ദേശീയ കലണ്ടർ, ദേശീയ പഴം എന്നിവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ആ ചിഹ്നങ്ങളല്ല, അത് എപ്പോൾ വന്നു എന്നുള്ള ഡേറ്റ് ആണ്. അപ്പോൾ അത് മാത്രം മറക്കാതെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.